എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നതും മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ 7 സാധ്യതകൾ, 7 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം മൂലം 7 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ആ 7 അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞു പോകാൻ എന്ന് വെച്ചാൽ അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായി 7 കാര്യങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്ന വചനങ്ങളും ഉൾപ്പെടുത്തി ഒന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു മുൻപേ ഇൻട്രൊഡക്ഷനായിട്ടൊരു കാര്യം പറയാം. നമ്മൾക്കറിയാം, നമ്മളൊക്കെ ഇന്ന് എല്ലാവരും ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയായിട്ട് ആചരിക്കുകയാണല്ലേ. ഇനി ദുഃഖവെള്ളിയാഴ്ച എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറയും അല്ലേ. അവിടെ തന്നെ നമ്മൾക്ക് തോന്നും എന്താ ഒരു വിരോധാഭാസം ഇവിടെയെന്നും. എന്നാൽ അതിനൊരു വിരോധാഭാസം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം എങ്ങനെയത് ദുഃഖവെള്ളിയാഴ്ച ആയത് എപ്പോഴാണെന്ന് നമ്മൾക്കറിയാം. നമ്മളുടെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച അല്ലേ ആ ദിവസം, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ ബലിയായ ആ ദിവസം എന്ന് പറയുന്നത് ദുഃഖവെള്ളിയാഴ്ച ആയിരുന്നു അന്ന്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന ശിഷ്യനും അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ സ്നേഹിച്ച സ്ത്രീകൾക്കും അതുപോലെ യേശുക്രിസ്തുവിനെ പിന്തുടർന്നവർക്കും യേശുക്രിസ്തുവിനെ സ്നേഹിച്ചവർക്കും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിനെ സ്നേഹിച്ചവർക്കും ഫോളോ ചെയ്തവർക്കും ഒക്കെ ആ ദിവസം എന്ന് പറയുന്നത് ഒരു ദുഃഖമായിരുന്നു അല്ലേ. കാരണം അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഉയർപ്പ് നടക്കുമോ എന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അന്നത്തെ ആ കാലഘട്ടത്തിൽ അവർക്ക് എന്തായിരുന്നു, അത് ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞും 3-ാമത്തെ ദിവസം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നടന്നപ്പോഴാണ് അവർക്കത് സന്തോഷമായിട്ട് മാറിയതല്ലേ. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ പുതിയ നിയമ ക്രിസ്ത്യാനികളായി നമ്മൾക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഒരു ഉയർപ്പ് നടന്നുവെന്നും നമ്മൾക്കറിയാം. നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ക്രൂശീകരണം കഴിഞ്ഞു, ഉയർപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞതല്ലേ. അതുകൊണ്ട് നമ്മൾക്കത് ഗുഡ് ഫ്രൈഡേ ആയി. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്കത് എന്താണ്, ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനി യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മൾക്ക് തരുന്ന ആ ഒരു 7 തരം അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ 7 സാധ്യതകളെക്കുറിച്ചും ഞാൻ വചനത്തിൽ നിന്ന് തന്നെ ഒന്ന് സംസാരിച്ചു പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തതിനകത്ത് പെടുന്നതാണ് പാപമോചനം, ശുദ്ധീകരണം, നീതീകരണം. ഈ 3 വിഷയങ്ങളാണ് ഒന്നാമത്തിനകത്ത് പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഫോർഗീവ്നെസ് എന്ന് വെച്ചാൽ പാപമോചനം അല്ലേ. പാപമോചനം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മളൊക്കെ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു അല്ലേ. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നതിന് മുൻപ് വരെ നമ്മൾ എന്താണ്, പാപത്തിൻ്റെ അടിമത്തത്തിലാണ് അല്ലേ. അപ്പോൾ ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്നവർക്ക് എന്താണ്, പഴയ നിയമ കാലഘട്ടത്തിലും പാപത്തിൽ കിടന്നവർക്ക് അതിൽ നിന്ന് എന്താണ് ഒരു മോചനം ലഭിക്കണമെങ്കിൽ അവരെ എങ്ങോട്ട് ചെല്ലണമായിരുന്നു? വർഷത്തിൽ ഒരിക്കൽ മാത്രം പുരോഹിതൻ നടത്തുന്ന പാപപരിഹാര ബലിയിൽ അവർക്ക് പങ്കെടുത്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴേ അവർക്ക് എന്ത് ലഭിക്കത്തുണ്ടായിരുന്നുള്ളൂ? പാപത്തിൻ്റെ മോചനം ലഭിക്കത്തുണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്തുണ്ട്, നമ്മൾക്ക് ഓൾറെഡി പാപമോചനം ദൈവം തന്നിരിക്കുകയാണ്. നമ്മളുടെ സകല പാപങ്ങൾക്കും വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നത് അല്ലേ. അപ്പോൾ ഈ പാപമോചനം